RS ഫുട്ബോൾ ഫാമിലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തെ കുറിച്ചാണ്. 9 മത്സരങ്ങളാണ് ഇന്നലെ നടന്നത്. അതിൽ നിന്ന് 43 ഗോളുകളാണ് അടിച്ചു കൂട്ടിയത്. എന്താല്ലേ, എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഇത്രയും മാത്രം ഗോളുകൾ അടിച്ചു കൂട്ടിയ ഒരു ദിവസം ഉണ്ടായിട്ടാണ്. അതിൽ തന്നെ ഒരു മത്സരം 0-0 സമനിലയിൽ പിരിഞ്ഞു. ബാക്കി 8 മത്സരങ്ങളിൽ നിന്നാണ് 43 ഗോളുകൾ പറഞ്ഞത്. അതിൽ ഒരു ഹാട്രിക്കും 5 റെഡ് കാർഡുകളും പറഞ്ഞ മത്സരങ്ങളായിരുന്നു. ബാഴ്സലോണയാണ് ഈ മത്സരങ്ങളുടെ വെടിക്കെട്ടിന് തുടക്കമിട്ടത്. 6-1 ഒളിമ്പിക്കാസുമായിട്ട് വിജയിച്ചത്. അതിനുശേഷം നടന്ന മത്സരങ്ങളിൽ ആഴ്സണല് 4 ഗോളുകളും, മാഞ്ചസ്റ്റർ സിറ്റി, ഇന്റർ മിലാൻ, നെപ്പോളിക്കെതിരെ PSV, അങ്ങനെ വെടിക്കെട്ടുകളായിരുന്നു. അതേപോലെ PSG കളി 7-2 വിജയമായിരുന്നു PSG ബറൂസിയ ഡോർട്ട്മണ്ടിനെതിരെ നേടിയത്. അപ്പൊ നമുക്ക് ആ കളികളെ കുറിച്ചൊന്ന് വിശദീകരണത്തിലേക്ക് പോവാം അല്ലെ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാണാൻ പോകുന്ന കളി എന്ന് പറഞ്ഞാൽ ഒന്ന് ബാഴ്സലോണയുടെ കളി കാണാൻ, എന്തായാലും അത് സമയം ആ ഒരു ക്രമത്തിലായതുകൊണ്ടാണ്. രണ്ടാമത്തെ കളി എന്ന് പറഞ്ഞാൽ ആഴ്സണൽ വിസസ് അത്ലറ്റിക്കോ മഡ്രിഡ് ആയിരുന്നു. ആ കളി കാണുന്നതായിരുന്നു ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഫസ്റ്റ് കളി തന്നെ ബാഴ്സലോണ 6-1 വിജയിച്ചു ഒളിമ്പിക്കാസുമായിട്ട്. 2-1 മുന്നിൽ നിൽക്കുന്ന സമയത്താണ് അവർക്ക് ഒളിമ്പിക്കാസുവിന് റെഡ് കാർഡ് കിട്ടിയ ഒരു പ്ലെയർ പുറത്തു പോകുന്നത്. അതിനുശേഷം ഫെർമിൻ ലോപ്പസിന്റെ ഹാട്രിക്കും, റാഷ്ഫോർഡിന്റെ ഡബിളും, ലെമീൻ യമാലിന്റെ പെനാൽറ്റിയും അടക്കം 6-1 വിജയം ബാഴ്സലോണ സമ്പൂർണ്ണമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അടുത്ത കളി നോക്കുകയാണെങ്കിൽ ആഴ്സണൽ വിസസ് അത്ലറ്റിക്കോ മഡ്രിഡ്. 4-0 അത്ലറ്റിക്കോ മഡ്രിഡിനെ ആഴ്സണലിന്റെ ഗ്രൗണ്ടിൽ വെച്ച് പരാജയപ്പെടുത്തിയത്, ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഫസ്റ്റ് ഹാഫിൽ 0-0 ഇവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതേ ഒരു ഫൈറ്റാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ സിമിയോണി എന്താ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മഡ്രിഡ് നമ്മുടെ ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു സമനില നേടാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഡിഫെൻസീവായിട്ടുള്ള കളിയും അത്യാവശ്യം കിട്ടിയ ഗോളുകൾ കൗണ്ടറിലോട്ടും പോകാന്നുള്ള പ്ലാനായിരുന്നു. ഫസ്റ്റ് ഗോൾ ആഴ്സണൽ അടിച്ചപ്പോൾ സിമിയോണിന്റെ ടീം അത്ലറ്റിക്കോ മഡ്രിഡ് ഫസ്റ്റ് ഗിയർ ഒന്ന് മാറ്റി കളിയുടെ. അപ്പോഴേക്കും ആഴ്സണൽ 3rd ഗിയറിൽ നിന്ന് 4th ഗിയറിലേക്ക് മാറ്റി. 13 മിനിറ്റ് ആകുമ്പോഴേക്കാണ് 4 ഗോളുകൾ സ്കോർ ചെയ്തത്. മനസ്സിലാക്കണം, ആഴ്സണൽ അത്ലറ്റിക്കോ മഡ്രിഡിനെതിരെ. അപ്പൊ അങ്ങനെ അത്ലറ്റിക്കോനെ കുഴിച്ചു മൂടി തന്നെ പറയാം. അത് കഴിഞ്ഞ അടുത്ത മത്സരം ഒന്നും പറയണ്ട, PSG വിസസ് ലെവർകുസൻ. 7-2 വിജയമാണ്. 2 ടീമിനും ഓരോ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അവിടെ റെഡ് കാർഡ് ഒന്നും ഒരു പ്രശ്നമല്ല. 1-1 സമനില നേടി, പെനാൽറ്റി മിസ്. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ PSG ഗോൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക. ഇറങ്ങുന്നവരൊക്കെ ഗോൾ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 7-2 വിജയമാണ് അവിടെ സ്വന്തമാക്കിയത്. അവിടെ 33-ാം മിനിറ്റിലും ലെവർകുസന്, 37-ാം മിനിറ്റിൽ PSG റെഡ് കാർഡ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നടന്ന മത്സരം എന്ന് പറഞ്ഞാൽ ബറൂസിയ ഡോർട്ട്മണ്ടും കോപ്പൻഹാഗനും ആയിരുന്നു. 4-2 വിജയമായിരുന്നു നേടിയത്. അതും അടിപൊളി മത്സരമായിരുന്നു. ഞാൻ എല്ലാ കളിയൊന്നും കണ്ടിട്ടില്ല. കളി കണ്ടത് ഈ 2 കളികളാണ്. പിന്നെ കണ്ടു, നമുക്ക് ഇപ്പോൾ TV-യിലും മൊബൈലിലൊക്കെ കളി കാണാൻ പറ്റുകയാണെങ്കിൽ കൂടെ നമ്മൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുമ്പോൾ മറ്റുള്ള കളികളൊക്കെ നമുക്ക് മിസ്സാവും. അതാണ് ഈ ചാമ്പ്യൻസ് ലീഗിന്റെ മെയിനായിട്ടൊരു പ്രശ്നം. നമ്മൾ ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാ കളികളും കാണണമെന്നുണ്ടാവും, പക്ഷെ അത് കാണാനുള്ള അവസരം ഒരേ ടൈമിലായതുകൊണ്ട്. അതിനുശേഷം നടന്ന ബെൻഫിക്ക വിസസ് ന്യൂ കാസ്റ്റൽ യുണൈറ്റഡ് ആണ്. ന്യൂ കാസ്റ്റലിന്റെ ഒരു തിളങ്ങുന്ന വിജയമായിരുന്നു 3-0. അതിനുശേഷം നടന്ന മത്സരത്തിൽ PSV 6-2 നെപ്പോളിയെ പരാജയപ്പെടുത്തി. PSVയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം. അതിനുശേഷം ഇന്റർ മിലാൻ യൂണിയൻ സെന്റുമായിട്ട് 4-0 അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഇന്റർ മിലാൻ വിജയിച്ചു 4-0. അതിനുശേഷം നടന്ന മത്സരത്തിൽ വില്ലറിയൽ മാഞ്ചസ്റ്റർ സിറ്റി 2-0 വില്ലറിയലിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു ദിവസമായിരുന്നില്ല. 43 ഗോൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞതെല്ലാം കാര്യമായിരിക്കും, പക്ഷെ എനിക്കൊരു നല്ലൊരു മത്സരം കാണാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകപക്ഷീയമായ മത്സരങ്ങളായിരുന്നു എല്ലാം നടന്നത്. ഏത് കളിയെടുത്ത് നോക്കിയാൽ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിയെടുത്ത് നോക്കിയാലും, ബാഴ്സലോണയുടെ കളിയെടുത്താലും, ആഴ്സണലിന്റെ കളിയും, PSG കളിയെടുത്താലും എല്ലാ കളികളും ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കളിയിൽ അത്യാവശ്യം ഫൈറ്റുകളൊക്കെ കണ്ടു. ഇപ്പോൾ ആഴ്സണലിന്റെ കളി അത്ലറ്റിക്കോ മഡ്രിഡ് അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് നല്ലോണം പൊരുതിയിട്ടുണ്ടായിരുന്നു. അവർക്ക് 2-3 ബിഗ് ചാൻസുകൾ, ലൂലിയാൻ ആൽവാരസിന്റെ ഒരു ഗോളൊക്കെ, ഒരു ബോള് ക്രോസ് ബാർ തട്ടി പോകുന്നുണ്ടായിരുന്നു. അതേപോലെ ആഴ്സണലിന്റെ ഗോൾ കീപ്പർ അയാളുടെ ഒരു മിസ്റ്റേക്കിൽ സിമിയോണി ത്രോയിൻ ചെയ്ത് അത്ലറ്റിക്കോ മഡ്രിഡിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. ജൂലിയാൻ ആൽവാരസ് ആ ബോൾ ഗോൾ പോസ്റ്റിൽ ഗോളില്ല, ഡിഫൻഡർമാരില്ല, അടിച്ച് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ മഴവിൽ കിക്കായിരുന്നു. പക്ഷെ അത് പോസ്റ്റിന് വെളിയിലോട്ട് പോകുമായിരുന്നു. അതേപോലെ ആഴ്സണലിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പെനാൽറ്റി ബോക്സിന്റെ ബാറിലൊക്കെ തട്ടിയിട്ട് തെറിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പക്ഷെ ഒരു ഫൈറ്റ്, ഒരു 3-2 അല്ലെങ്കിൽ 2-1 അല്ലെങ്കിൽ 3-3 അങ്ങനെ ഒരു ഫൈറ്റ് മത്സരങ്ങളൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല. 43 ഗോളുകളും 8 മത്സരങ്ങളിൽ നിന്നുള്ള ഫലമാണ് കേട്ടോ. ഒരു മത്സരം 0-0 സമനിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് ചാമ്പ്യൻസ് ലീഗിന്റെ ഇപ്പോഴത്തെ ഒരു ഇതാണ്. എന്താ പറഞ്ഞാൽ ഈ പുതിയ ഫോർമേഷനിലുള്ളതാണ്. ചിലപ്പോൾ ചെറിയ ടീമുകളും വലിയ ടീമുകളും വരുമ്പോൾ വമ്പൻ. ഇപ്പോൾ PSG ലെവർകുസനും അത്ര വലിയ ഡിഫറൻറ്റ് ഇല്ലെങ്കിലും
PSG ചാമ്പ്യന്മാരാണ്. അവിടെ ഒരു റെഡ് കാർഡും ഇവിടെ ഓരോ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കളി സ്കോർ ബോർഡ് അവസാനിക്കുമ്പോൾ 7-2 കളി അവസാനിക്കുന്നത്. PSG കളി ഇപ്പോഴും അവർ അടുത്ത ഈ ചാമ്പ്യൻസ് ലീഗിലേക്കും സെമി ഫൈനലിലും ഫൈനലിൽ എത്താനുള്ള ഒരു ടീം തന്നെയാണ് PSG. അത് ഡെമ്പലേക്ക് അവസാനം ഇറങ്ങിയത്, എന്നിട്ട് വരെ അവരുടെ ആ ഒരു ലൈനപ്പ് പാച്ചാണ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും ഡെപ്ത് ഉണ്ട്, ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അവർ സെമി ഫൈനലിൽ ഉണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ട് PSG അത്ര സപ്പോർട്ട് ചെയ്ത് പറയുന്നത്, എൻ്റെ ടീമൊന്നല്ല PSG, പക്ഷെ PSG ആ പൊട്ടൻഷ്യലും ലൂയിസ് എൻട്രിക്കിന്റെ ആ കോച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ, ഈ ടീം പോവുകയാണെങ്കിൽ, ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് ലാമാസിയുള്ള പോലെ PSG ഇപ്പോൾ ഒരു നല്ല സ്കോർ ഡെപ്ത് അവരുടെ ഇതിന്ന് വരുന്നുണ്ട്. അവരുടെ പ്രൊഡക്ഷൻ വല്ലാത്ത സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ പ്ലെയേഴ്സ് വരുന്നത്, അതേപോലെ പുതിയ പുതിയ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വരുക്കുകളൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ PSG പ്രാവശ്യം ഫൈനലിൽ ഒരു സൈഡിലുണ്ട്, അല്ലെങ്കിൽ സെമി ഫൈനലിലെങ്കിലും ചുരുങ്ങിയതുണ്ടാവും, വലിയ യാതൊരു സംശയമില്ല. ഇനി നാളെ ഒരുപാട് മത്സരങ്ങളുണ്ട് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഗോൾ എന്ന് പറഞ്ഞാൽ PSV 6 ഗോളിനാണ് നെപ്പോളിയെ പരാജയപ്പെടുന്നത്. അതിൽ 4ാമത്തെ ഗോൾ ഉണ്ടായിരുന്നു. എനിക്ക് ആ പ്ലെയറുടെ പേര് ഓർമ്മയില്ല, പക്ഷെ ചങ്ങായി അടിക്കുന്ന ഒരു ഗോളുണ്ട്, ചൂട്ടുകൊണ്ട് നോ ലുക്ക് ഗോൾ എന്ന് പറയല്ലേ, അതേപോലത്തെ ഒരു സാധനം. ഗോൾ കീപ്പർ ഗോൾ അടുത്തെത്തിയിട്ടാണ് കാണുന്നത്. ശരിക്കും എല്ലാവരും പ്രതീക്ഷ പോലെ ഈ ക്രോസ് ഇട്ട് കൊടുക്കുന്നു വിചാരിച്ചു പെനാൽറ്റി ബോക്സിന്റെ സൈഡിൽ വെച്ചിട്ടാണ് ഈ ചങ്ങായി ഒരൊറ്റ ഷോട്ട് വെട്ടിച്ചില് സാധനം, ഒരു ഗോളി ഒരു രക്ഷയില്ല മോനെ. എൻ്റെ പ്രിയപ്പെട്ട ഗോള് അതാണ് ചാമ്പ്യൻസ് ലീഗിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, പല ഗോളുകളായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഗോളുകളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ ആഴ്സണലിന് വേണ്ടിയിട്ട് ഗ്രേക്കറസ് 2 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ആള് ആഴ്സണൽ സൈൻ ചെയ്ത ശേഷം അത്ര വലിയ പെർഫോമൻസ് ഒന്നും അല്ല കാഴ്ചവെച്ചിരിക്കുന്നത്, പക്ഷെ എന്നാലും ഇന്നത്തെ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരം 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആളാണ് താരം ആഴ്സണലിന് വേണ്ടിയിട്ട്. എനിക്ക് മാർട്ടിനെല്ലിന്റെ കളിയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇന്ന് അടിപൊളിയായിട്ട്. മാർട്ടിനെല്ലിയൊക്കെ ബ്രസീലിലെ സ്റ്റാർട്ടിങ്ങിൽ അർഹിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്ര നല്ല കളി ആഴ്സണലിന് വേണ്ടി കളിക്കുമ്പോഴും ബ്രസീലിന്റെ കുപ്പായത്തിൽ ചങ്ങായിക്ക് എന്താണ് പിന്നെ തിളങ്ങാൻ പറ്റാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പറയുക, ഇന്നത്തെ കളിയിൽ ഒരു ഗോള്, ഒരു അസിസ്റ്റ്, അതേപോലെ ആ ഒരു വിങ്ങിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അതേപോലെ നമ്മുടെ ലെമിൻ യമാലിന്റെ കാര്യം പറയാം. ഈ ഒളിമ്പിക്കാസോന്റെ കോച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, 15 മിനിറ്റ് ലെമിൻ യമാലിന് ബോൾ കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന 1 മിനിറ്റ് മതി ചങ്ങായിക്ക് ഒരു ഗോളിനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി. ഫസ്റ്റ് ഗോള് ആള് കൊണ്ടുപോയി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ ഗോൾ സേവ് ചെയ്തിട്ട് പിന്നെയും കാലിലെടുത്ത് ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ് ഫെർമിൻ ലോപ്പസ് ആ ഗോളും റാഞ്ചിക്കൊണ്ട് ഗോൾ അടിക്കുന്നത്. അപ്പോൾ യമാലിനെ നോക്കി ചിരിച്ചിട്ട് പിന്നെ ഫെർമിൻ ലോപ്പസിനെ കൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് മനസ്സിലാക്കണം. വേറെ വല്ല കളി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൈ വേറെ രീതിക്കായിരുന്നു, പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ കോംബോയും അടിപൊളിയായിരുന്നു ഇന്നലത്തെ കളിയിൽ. ഫെർമിൻ ലോപ്പസും ലെമിൻ യമാലായിട്ടുള്ള കോംബോ, ലെമിൻ യമാൽ കൊണ്ടായിരുന്നു, പക്ഷെ ഇന്നലത്തെ കളിയിൽ മൊത്തത്തിൽ ഇവർ രണ്ടാളും നല്ല കോംബോ ആയിരുന്നു, നല്ല പാസിങ്ങും നല്ല ഒരു എന്താ പറയാ അത് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോളുകൾ, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിലൊരു മൂവ്മെന്റ്സ് ഉണ്ടാവില്ല, അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതോടുകൂടി അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.